ഷൈനി കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പം ദിവസങ്ങൾ ഇത്രയായി. പക്ഷെ ഒരു ശക്തമായ ഒരു നീക്കം ഇതുവരെയും കാണുന്നില്ല ഒരു ഭാഗത്തുനിന്നും. ഈ സഭ പോലും ഇതിനകത്ത് ഇടപെടുന്ന നിലപാടല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ സണ്ണിച്ചാൻ്റെ അഭിപ്രായം? സഭ ഇടപെടുന്നില്ല എന്നല്ല, സഭ ഇടപെട്ടത് കൊണ്ടാണ് ഇത് ഇത്രയും തണുത്ത് ആറിക്കിടക്കുന്നത്. കാരണം സഭയിലെ ഒരംഗം എന്നുള്ള രീതിയിൽ ബോബി മാധവസഭയിലേക്കുള്ള സ്റ്റീഫൻ അയാൾ നീക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതലായിട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തത്. സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു രീതി അധികാരികളുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തതെന്നാണ് ജനസംസാരം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അത് സമുദായത്തിൻ്റെ വോട്ട് വേണം, ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ എടുത്ത് വരികയാണ്, അതുകൊണ്ട് സമുദായത്തെ പണക്കാൻ ആർക്കും താല്പര്യമില്ല, അതുകൊണ്ടൊക്കെയാണ് ഇത് വരാത്തത്. ഇങ്ങേര് തന്നെയല്ല പലരും പിന്നെ പറയണത് ഇങ്ങേര് സമുദായത്തിൻ്റെ അച്ഛനല്ല, സമുദായത്തിൻ്റെ ഒരു YSH എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, ഒബ്ലിഗേറ്റ്സ് ഓഫ് സെക്രട്ടറിയാറ്റ് എന്ന് പറഞ്ഞാൽ, അതിനകത്തെ ഹെഡാണ് പുള്ളി, വക്കീലാണ് ബോബി അച്ഛൻ. അതുകൊണ്ടാണ് അങ്ങേരെ ഈ താങ്ങി നിൽക്കുന്നത്. പിന്നെ പഴയ കാലത്തോട്ട് ഇപ്പോഴും ഈ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ കന്യാസ്ത്രീകളെയും ഇവരൊക്കെ വിടുന്ന സാമ്പത്തിക ലാഭമൊക്കെ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും സഭ ഇവരെ പിന്താങ്ങുന്നത്. പിന്നെ ഒരിക്കലും നല്ലൊരു രീതിയിൽ ജനങ്ങളോട്, അല്ലെങ്കിൽ ജനങ്ങളോടെന്ന് പറയണ്ട, യേശുക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ച് നന്മ കാണിച്ച് ശീലിക്കാത്തൊരു രീതിയല്ലേ സഭ വർഷങ്ങളായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും നിസ്സഹായരായിട്ട് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും നീതിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പോലും അതൊന്നും ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പോയി വിശദീകരിക്കണമെങ്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിശദീകരണമാവുള്ളൂ. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധാർഷ്ട്യവും അഹങ്കാരവും അതുപോലെ അമിതമായിട്ടുള്ള പണത്തിൻ്റെ ഒരു സോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തുമാകാം, എല്ലാവരും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നുള്ള ഒരു ധാരണ പൊതുവെ വെച്ച് പുലർത്തുന്നുണ്ട്. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. അതുകൊണ്ടൊക്കെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു നീതി ആർക്കും കിട്ടിയല്ലാത്തത്. പോയവർ പോയി എന്നുള്ള രീതിയിലൊരു വെറുതെ പറഞ്ഞൊഴിയുന്ന സ്വഭാവം നമ്മുടെ സമുദായം അങ്ങ് ശീലിച്ചു പോയി. അതുകൊണ്ട് ആ ഒരു രീതിയെ തുടരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വാ തുറന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുരിശക്കയറ്റുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു രീതി നിൽക്കുമ്പം അത് വളരെ പേർക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വന്നത് നമ്മുടെ ഈ ചുറ്റുപാടിൽ നമുക്ക് കാണാവുന്നല്ലേ. അപ്പം ഈ മൂലേക്കാട്ട് ബിഷപ്പൊക്കെ ആണല്ലോ ഇപ്പോൾ സഭയുടെ തലവനാണല്ലോ, നമ്മുടെ കനാനായ സഭയുടെ തലവനാണ്. ഇപ്പോൾ 2 മരണങ്ങളുണ്ടായി. ഒന്ന് ജിസ്മോളും കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു, ഇപ്പം ഷൈനിയും കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ 2 കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടും അങ്ങയുടെ ഒരു പ്രസ്താവന പോലും ഈ മൂലേക്കാട്ട് ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിനെപ്പറ്റി എന്താണ് സണ്ണിച്ചാന് പറയാനുള്ളത്? സണ്ണിച്ചാനും ഈ പൊതുവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അതുപോലെ സഭയിലെ ഇപ്പം നമ്മുടെ പഴയ ഒരു വീര്യം ഇപ്പം ചർച്ചിലും ഉണ്ടായി കാണുന്നില്ല. അത് നിലവിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പറാങ്ങായി പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കും. കാരണം പലരും പ്രതികരിക്കണം എന്നുള്ളവരുണ്ട്, പ്രതികരിക്കേണ്ട എന്നുള്ളവരുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളവരുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എന്നുള്ളവരുണ്ട്. അങ്ങനെ തർക്കം നടന്നുകൊണ്ടിരിക്കുക. തന്നെയല്ല ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തറയ പിതാവ് പറഞ്ഞു ഏതോ ഒരു സ്ത്രീ 2 പെൺകുട്ടികളെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ പോയി. അങ്ങനെ ഇതിൻ്റെ മുകൾ സ്ഥാനത്തുള്ളവരെ തന്നെ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കളയുമ്പോൾ ആ ഒരു വാക്കിൽ തന്നെ ഇതിന് ഉത്തരവുണ്ട്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, ഞാനായിട്ട് ഇനി പറയുന്നില്ല, പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ വിവാദമാകുമോ അല്ലെങ്കിൽ അത് തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ള ധാരണയിലായിരിക്കും. തന്നെയല്ല, അല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ബോബീനെ ഇവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്ത് വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാലും ബോബീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനകത്ത് പുള്ളി വാതർക്കാതിരിക്കുന്നതെന്നറിയാം. അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ലത്. ഇതുപോലെ സഭയുടെ ഒരാൾക്കാർ പോലും ഇപ്പോൾ ഈ ഒരു ഇത്രയും വിഷയം ഉണ്ടായിട്ട് പോലും മൂലക്കാട്ട് ബിഷപ്പുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വാങ്ങുവാനോ ഇല്ലെങ്കിൽ ആ സഭയിൽപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അച്ഛനെതിരെ നടപടി എടുക്കുവാനോ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു നിലപാട് കാണുമ്പോഴാണ് നമുക്ക് ഇത് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ള നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അത് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള രീതി ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ 10-60 ദിവസമായിട്ടും കൂടി കുര്യാക്കോസേട്ടൻ്റെ മൊഴിയെടുക്കുമോ അല്ലെങ്കിൽ ഷൈനിയുടെ ഫോണിൽ നിന്നുള്ള വിവരം പുറത്തേക്ക് വരാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ഇന്നേ അവർ വെളിയിൽ വന്നിട്ടില്ല. സൈബർ സെല്ലിൽ നിന്നൊക്കെ ഇത് അതിൻ്റെ എടുക്കാനൊന്നും ഇത്രയും താമസങ്ങളൊന്നും വേണ്ട. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ നമ്മുടെ നാട്ടിലുള്ളൊരു കാലഘട്ടത്തിലും ലോകത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കൊണ്ടാകാത്തത് എവിടെ നിന്നെങ്കിലും ശക്തമായിട്ടുള്ള
സമ്മർദ്ദങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ്. സമുദായത്തിൽ നിന്നാണോ രാഷ്ട്രീയപരമായിട്ടുള്ളവരെ പിടിച്ച് അവരിൽ നിന്നാണോ ഇത് അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ജിസ്മോളുടെ ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ജിസ്മോൾ ഈ ഇവരെക്കായാലും കൂടുതൽ, ഈ ഷൈനിയേക്കായാലും കൂടുതൽ വ്യക്തമായിട്ട് ജിസ്മോൾക്ക് വേണ്ടി നിൽക്കാൻ അപ്പനും സഹോദരനും രംഗത്തുണ്ട്. എങ്കിൽ പോലും അവരുടെ ഭാഗത്ത് അവർക്ക് വേണ്ടി ഒരു ജ്ഞാനായ സമുദായത്തിലെ ഉന്നതരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിനകത്ത് മുന്നോട്ട് വരാനും പെറുക്കാനും ഒന്നും നടന്നതായിട്ട് ഇന്ന് അവർ ഒരു ചാനലിലും ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ പറയുന്നുണ്ട്, ചില ചാനലുകാർ പിടിക്കുന്നുണ്ട്, സംരക്ഷണം ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ജനങ്ങളുടെ ഉള്ളിലുള്ളൊരു വെറുപ്പ്, ജനങ്ങൾ ഇവരെ വെറുത്ത് പോയതിൻ്റേതായിട്ടുള്ള ഒരു കാര്യം ഇവർ മനസ്സിലാക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് തിരിച്ചടി ഉണ്ടാകും. കാരണം കാലം തിരിച്ചു ചോദിക്കാത്ത ഒരു കണക്കുമില്ല. അത് ചോദിച്ചിരിക്കും. അത് ചിലപ്പോൾ ഈ സാധാരണക്കാരും പാവങ്ങളും ആയിട്ടുള്ളവരെ ചിലപ്പോൾ ഒരുപാട് വലയ്ക്കാൻ പറ്റിയിരിക്കും. പക്ഷേ ഇതിനകത്ത് ചോദിക്കാൻ പറ്റിയ എന്നാണെങ്കിലും സർവശക്തൻ്റെ മുമ്പിൽ ഇത് നമുക്ക് കണ്ണടയ്ക്കാനോ അല്ലെങ്കിൽ അത് തേച്ച് മാച്ച് കളയാനോ പറ്റില്ല. അവിടെ നിന്ന് ഇതിനകത്തൊരു ചോദ്യം ഉണ്ടാകും. കാരണം പണ്ട് ഒരു 10-15 വർഷം മുന്നേ റിട്ടയർഡായിട്ടുള്ള SI ഞങ്ങളൊരു കല്യാണ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സാറൊക്കെയല്ലേ ഇന്ന കൊലപാതകമൊക്കെ തേച്ച് മാച്ച് കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഞാൻ റിട്ടയർഡാകാൻ 1 വർഷമുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്, ഞാൻ പൈസ മേടിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ഒഴിവാക്കുന്നു, പക്ഷേ മുകളിലൊരാളുണ്ട്, അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നീ നോക്കിക്കണം, ഞാൻ നിന്നെ ഇവിടെ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് ഈ ലോകത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതായിട്ട് ഒരു SI പറഞ്ഞത് എൻ്റെ ഓർമ്മയിലേക്ക് വരിക. അതുപോലെ തന്നെയാണ് ഇത്. എന്നാണെങ്കിലും തമ്പുരാൻ്റെ മുന്നിലൊരു കണക്കുണ്ട്. ആ കണക്ക് പുസ്തകത്തിൽ നമ്മളിത് കൊടുത്തിരിക്കണം. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, കായനോട് തമ്പുരാൻ ചോദിച്ച ചോദ്യമുണ്ട്, ആബേൽ എവിടെ, നിൻ്റെ സഹോദരൻ എവിടെ? അതുപോലെ തന്നെ ഞാൻ നിനക്ക് തന്ന ചുമ്മാ വെറുതെ വിളിച്ചുകൊണ്ട് വരുമെന്നല്ല ചെയ്ത്, ഇതെല്ലാം ദേവാലയത്തിൽ പരികർമ്മം ചെയ്ത് ഏൽപ്പിച്ച ഭാര്യ എവിടെ? അതുപോലെ തന്നെ ഞാൻ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച 2 കുഞ്ഞു മക്കൾ അലീനയും ഇവാനിയും എവിടെ എന്നുള്ള ചോദ്യം നോബിയോടുണ്ട്. അതുപോലെ തന്നെ ബോബിയോടുമുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന 2 പൊന്നോമണ്ണകളെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസവും സേവനത്തിന് തയ്യാറായിട്ടുള്ളൊരു ഭാര്യയും ഞാൻ തന്നതാണ്, 2 മക്കളെ ഞാൻ തന്നതാണ്. ഇവരെവിടെ എന്നുള്ള ചോദ്യത്തിന് ഇവർ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. നമ്മുടെ മുമ്പിൽ പറയണ്ട, പക്ഷേ അത് തമ്പുരാൻ്റെ മുന്നിൽ ഒരു കണക്ക് ബോധിപ്പിച്ചേ മതിയാവുള്ളൂ. ഇല്ല പിന്നെ നമ്മളൊക്കെ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഏത് കുറ്റക്കാർക്കും പ്രത്യേകത ചെയ്യാം, അവരല്ലാത്ത ഒരു രക്ഷപ്പെട്ടും പോകുമെന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കാര്യമില്ല. എന്നെ ഉറപ്പായിട്ടും ഇവിടുന്ന് ഈ ലോകത്തിൻ്റെ ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും കുറേയൊക്കെ ഊരിപ്പെറുക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന് ആത്യന്തികമായിട്ടൊരു വരവുണ്ടാകും. ആ വരവിനെ തടുക്കാൻ ഇവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ നോബിയുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്നാണ് മുളയങ്കി ബിജുവിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുണ്ട്. അതിനകത്തൊരു വാക്കുണ്ട് സൈനുദ്ദീനെ പറ്റി, പുള്ളി ജോലിയിൽ പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതാണ് ഈ നല്ല സൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ഈ മുളയങ്കി ബിജു ജോലിയിൽ പ്രവേശിച്ച് കിടക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ബിജു അല്ലേ? കൊല്ലപ്പെട്ട ബിജു. പിന്നെ ഈ സഭയിലെ വിശ്വാസികൾക്ക് ധൈര്യം കൊടുക്കാനായിട്ട് സഭ പരാജയപ്പെടുന്നു. അതല്ല ഇപ്പം നമുക്ക് ഈ ജിസ്മോളുടെ കുട്ടികളുടെയും മരണത്തിലൂടെയും ഷൈനിയുടെ കുട്ടികളുടെ മരണത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും സഭയ്ക്ക് കാലിടറിയിട്ടുണ്ട്. അത് സമ്പത്ത് വർദ്ധിച്ചതിൻ്റെയും അധികാരത്തിൻ്റെയും മറ്റ് സ്ഥാനമാനങ്ങളുടെ എല്ലാം പുറകെ പുരോഹിതവർഗം എല്ലാം പാഞ്ഞു നടക്കുകയും ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് കൂടുതൽ ഇത് നടക്കുന്നത്. ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ വിശ്വാസികളെ അൽമായരെന്ന് പറയുന്നില്ലാണ്, വിശ്വാസികളെ കാണാൻ പറ്റാത്തത് കൊണ്ട്, അവർക്ക് ദൈവികമായിട്ടുള്ളത് പകർന്നു കൊടുക്കാൻ പറ്റാത്തതാണ് ഈ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി. അതിങ്ങനെ അനുസ്യൂതം തുടർന്നിരിക്കും. പക്ഷേ തിരിച്ചടികൾ വന്നുകൊണ്ടായിരിക്കുന്നത്. വലിയ വലിയ തിരിച്ചടികൾക്കൊന്നും അധികം കാലതാമസമില്ല. അത് ആർക്കും താങ്ങാൻ പറ്റാത്തതായിരിക്കും. കാരണം ബൈബിളിനകത്ത് മുഴുവൻ പറയുന്നുണ്ട്, ഭോഷനായവൻ മണലിനകത്ത പെരപണത്, അത്തേൽ കാറ്റൂതി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, അതിൻ്റെ പതനം വലുതായിരുന്നു എന്ന് കൃത്യമായിട്ടും തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇവർ പാറമേൽ പണിയാതെ ഈ മണലേൽ ഇത് പണിതിട്ട് ഇവർ അതിൻ്റെ മുന്നിൽ നിന്ന് ജനങ്ങളോട് മാത്രം പ്രബോധനം നടത്തുന്ന ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ ചേർത്ത് നിർത്തി പ്രശ്നങ്ങളുണ്ട് പരിഹരിച്ച്. അതുപോലെ തന്നെ മുഖ്യമായിട്ട് ഒരു കാര്യം എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഇടവക മീറ്റിങ്ങൊക്കെ ഇടവക
ഈ വാർഡ് മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ വാർഡ് പ്രസിഡന്റ് അറിഞ്ഞ് ഇന്ന വിഷയങ്ങൾ ഇന്നിടത്തുണ്ട് അത് പരിഹരിക്കാൻ സമുദായവും അതുപോലെ തന്നെ സഭയും കൂടാണ്ട് ആത്മീയ പിതാവായിട്ടുള്ള വികാരി അച്ഛനും കൊച്ചച്ഛനുണ്ട്. ഇവരൊക്കെ മുൻകൈ എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതൊരു പരിധിവരെ ഈ സമ്പത്തിൻ്റെ ആ ഒരു അതിപ്രസരമാണ് ഇത്രമാത്രം ഈ വൃത്തികേടുകൾക്കും അരാജകത്വത്തിനും വഴിതെളിക്കുന്നത്. പഴയ കാലഘട്ടത്തിലൊക്കെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും അടിയോ ചതയോ അല്ലെങ്കിൽ ആത്മഹത്യയോ ഒന്നുമില്ലായിരുന്നു. അന്നത്തെ കള്ള് കുടിച്ചിട്ട് ചില പഴയ കാരണവന്മാർ ഒരു അടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുലവും വിരളമായിരുന്നു, കുറവായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കടന്നു പോകുന്നത്. എല്ലാത്തിനും കാരണം കണ്ടമാനം സാമ്പത്തികം ഒന്നുകൂടി സാമ്പത്തിക അസന്തുലിതാവസ്ഥ വന്ന് കൂടിയാണ് ഇതെല്ലാം കൂടുതൽ അരങ്ങേറുന്നത്. ബോബി അച്ഛൻ ശരിക്കും സംരക്ഷിക്കപ്പെടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ഷൈനിയുടെ വിഷയത്തിൽ അല്ലേ? അത് ഈ സമൂഹത്തിനൊന്നാകെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാകെ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ശവശരീരങ്ങൾ 3 ആംബുലൻസിലായിട്ട് വന്ന സമയത്ത് ജനങ്ങൾ ഒരുപാട് ആക്രോശിക്കുന്നുണ്ട്, ജനങ്ങൾ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വാ തുറന്ന് ഇവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ സമുദായത്തിന് തെറ്റുണ്ട്, അല്ലെങ്കിൽ സഭയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ശക്തമായിട്ട് 10 വേദികളിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവും. അതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്തികളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ പിൻവലിഞ്ഞ് ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകളെ തുടച്ചു നീക്കുവാനും പറ്റുന്നതാണ്. അപ്പോൾ ഷൈനിക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായിട്ടുള്ള കരങ്ങൾ ഇടപെടും, ഇതിനകത്ത് നീതി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.